ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെറും 4 തരം പച്ചക്കറി കഷ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പമാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതിൽ വറവിൽ ഞാനൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കണം. ഞാൻ ഒരു പിടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പരിപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പാർ ഇങ്ങനെ കൊഴുത്തിരിക്കും. അധികം കൊഴുത്തിരിക്കാതെയാണ് രസം സാമ്പാർ കൂട്ടാൻ. അപ്പോൾ പരിപ്പ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയും എന്തായാലും വേണം. പിന്നെ വെണ്ടയ്ക്കയ്ക്ക് പകരം ക്യാരറ്റോ, എപ്പോഴും നമ്മളതിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ക്യാരറ്റോ മുരിങ്ങക്കായോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഉള്ളി, ഉരുളക്കിഴങ്ങും തക്കാളി മാത്രമായിട്ടും ഇങ്ങനെ സാമ്പാർ വയ്ക്കാം. ഇത് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത് കുക്കറിൽ തന്നെ ഒറ്റ വിസിലടിച്ചാൽ മതി. വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ മുഴുവനും പ്രഷർ പോകുന്നവരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ തുറക്കാം. കാരണം ഇല്ലെങ്കിൽ ഈ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെന്ത് കലങ്ങിപ്പോകും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് വേഗം നമുക്ക് ഓപ്പൺ ചെയ്യാം. കുറേ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പം ഒരു പുഴുക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞ് കുക്കർ മാറ്റി വെച്ച് അതിൻ്റെ എയർ പോകുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെണ്ടയ്ക്ക നമ്മൾ ഈ സാമ്പാറിൽ ഇടുന്നുണ്ട് എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെണ്ടയ്ക്ക ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. കുറേ സമയമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ സാമ്പാറിൽ വെണ്ടയ്ക്ക കലങ്ങിപ്പോവില്ല, വല്ലാതെ കൊഴുപ്പും ആയിട്ട് കലങ്ങിപ്പോവില്ല, നല്ല ഇതായിട്ട് തന്നെ നിൽക്കും. മറ്റേ ചിലത് കലങ്ങിപ്പോകും, സാമ്പാറിൽ ഭയങ്കര കൊഴുപ്പുമായിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വെണ്ടയ്ക്ക വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ചുകൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള മുളക് പൊടി നല്ല അത്യാവശ്യം എരിവുള്ളതാണ്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. തീ നന്നായി സിമ്മിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാങ്ങുന്ന സാമ്പാർ പൊടിയോ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എണ്ണ ചൂടായതിന് ശേഷം തീ നന്നായി സിമ്മിലാക്കി വെച്ചതിന് ശേഷം മാത്രം ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, സാമ്പാറിൻ്റെ ടേസ്റ്റേ മാറും. ഇതിലേക്ക് ഒരു നുള്ള് കായം കൂടെ ചേർത്ത് കൊടുക്കുക. കായം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. നമ്മളിത് അവസാനം വറവിലും നമ്മൾ കായം ചേർക്കുന്നത് കൊണ്ട് ഈ പൊടി വറക്കുമ്പോൾ കുറച്ച് കായം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ച വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വേവിച്ച് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം അതൊന്ന് വെച്ച് അതിൻ്റെ പ്രഷർ പോകുന്ന ആ സമയം കൊണ്ട് നമുക്കിത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുക്കർ തുറക്കുമ്പോൾ തന്നെ നമുക്കിത് അതിലേക്ക് ഇട്ടിട്ട് വേഗം എടുക്കാം. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഈ തക്കാളിയും വെണ്ടയ്ക്കയും ഇതിലിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് വേഗം വേവും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാനാവും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മഞ്ഞൾ ഓൾറെഡി കുക്കറിൽ വേവിച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ മഞ്ഞൾ ഇടുന്നില്ല. ഇനി ഇങ്ങനെ കുക്കറിൻ്റെ ആവി കളയുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കുക്കറിൻ്റെ ആവി കളഞ്ഞതിന് ശേഷം വെണ്ടയ്ക്കയും തക്കാളിയും അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയും ഈ പൊടിയെല്ലാം കൊണ്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ആ കുക്കറിൻ്റെ ആവി പോകുന്ന അത്രയും സമയം കൊണ്ട് വേഗം പാനിൽ ഇതും കൂടെ ചെയ്തതുകൊണ്ട് വേഗം കഴിയും. എന്നിട്ട് ആ കൂട്ട് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സാമ്പാറിലുള്ള എല്ലാ കഷ്ണങ്ങളും വെന്തിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ തീ ഓൺ ചെയ്ത് നമുക്കിതിൽ പുളി ഒഴിക്കണം. സാധാരണ പുളി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വേവില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളി കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ചില പുളിക്ക് ഭയങ്കര പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് എരിവ് പുളിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാൻ നോക്കുക. പുളി കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് സാമ്പാർ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ കുറച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. അത് ഇരിക്കും തോറും നന്നായി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് ഉണ്ടാക്കുമ്പോഴേ നന്നായി കുറുകി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് കഴിക്കാനെടുക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു വെള്ളമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാനാകുമ്പോഴേക്കും നല്ല പാകത്തിന് കുറുകി വരും. അത് തിളച്ചൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകും. സാമ്പാർ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവിടാം. ഇതിൽ വറവിടുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് വറവിടുന്നത് തന്നെയായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഉലുവ, കടുക്, വറ്റൽ മുളക് ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ടാണ് ഞാൻ സാധാരണ വറവിടാറുള്ളത്. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം മുളക് കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ തൊട്ട് 1/2 ടേബിൾ സ്പൂൺ വരെ കുറച്ച് സാമ്പാർ പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സാമ്പാർ പൊടി വഴറ്റാൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ വറവിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോ സാമ്പാർ പൊടിയും കുറച്ച് കായവും ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അത്രയും കായവും കൂടെ നമ്മൾ ഈ വറവിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കടുക്, ഉലുവ, മുളകൊക്കെ വറുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ
ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്ക് ശരിക്കും തേങ്ങ അരച്ച സാമ്പാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നും. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്